ഇന്ന് വരുന്നത് വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ഫാബ്രിക്കിലും ഡിഫറെൻറ്റ് ഒക്കേഷനും നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. നമുക്കൊരു വർക്ക് വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടോ എല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്ന കളക്ഷൻസാണ് വരുന്നത്. ഞാൻ ജെബിൻ ഷഫി, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. എല്ലാ സാരീസും നമുക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സ്ആപ്പ് വഴിയോ പർച്ചേസ് ചെയ്യാം. clouddesigns.com ആണ് വെബ്സൈറ്റ് ലിങ്ക് വരുന്നത്. വാട്സ്ആപ്പ് നമ്പർ 9947135468 ആണ്. ഡെയിലി മോർണിംഗ് 10:30 ആണ്. രാവിലെ 10:30 മണിക്കാണ് നമ്മൾ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ക്ലൗഡ് ഡിസൈൻസ് വിതിൻ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓവർസീസ് ഷിപ്പിങ്ങിന് മാത്രമേ എക്സ്ട്രാ ചാർജ് വരുള്ളൂ. വീഡിയോ കണ്ടു നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം വരുന്നത് ഗ്രേയിൽ വരുന്ന കളക്ഷൻസ് ആട്ടോ. ഗ്രേയിൽ ഡിഫറെൻറ്റ് ത്രെഡ് വർക്കിൽ വരുന്ന കളക്ഷൻസാണ് വരുന്നത്. ഇത് നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടോ എല്ലാം ഡ്രേപ്പ് ചെയ്യാം. അതെല്ലാം നമുക്ക് ഏത് ഒക്കേഷനും നമുക്ക് എടുക്കാവുന്ന ഒരു സാരിയാണ്. ഫാബ്രിക് വരുന്നത് ചന്തേരിയാണ്. സോഫ്റ്റ് സെമി ചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക്. നല്ല ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിലാണ് ഗ്രേ വരുന്നത്. ഗ്രേയുടെ തന്നെ ഒരു ഡാർക്ക് ടോണിലായിരിക്കും ബോർഡർ വരുന്നത്. അതിൻ്റെ തന്നെ ലൈറ്റ് ടോണിലായിരിക്കും ബോഡി പാർട്ട് വരുന്നത്. നല്ല പാറ്റേണിലാട്ടോ ഇതിൽ ത്രെഡ് വർക്ക് വരുന്നത്. ലോ ബോഡി വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിലായിരിക്കും ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ആ ഒരു ഗ്രേയിൽ തന്നെയുള്ള നല്ലൊരു പാറ്റേണിൽ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട്. ഇതായിരിക്കും വരിക. മുകൾ ഭാഗത്തോട്ട് വരുമ്പം അത് മോട്ടീവ്സ് ആയിട്ടായിരിക്കും വരുന്നത് കേട്ടോ. ഇൻഡിവിജ്വൽ മോട്ടീവ്സ് ആയിട്ട് ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിലുള്ള മോട്ടീവ്സ് ആയിരിക്കും ബോഡിയിൽ വരുന്നത്. മുന്താണി സിമ്പിൾ പല്ലുവാണ് വരുന്നത്. സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിലുള്ള വർക്കാണ് വരുന്നത്. ത്രെഡ് എംബ്രോയിഡറി ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ആ വർക്കിൻ്റെ ബാക്ക് സൈഡും സെയിം ഇതേ ഫിനിഷ് തന്നെ കേട്ടോ. വർക്കിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, ഇത് ബാക്ക് സൈഡാണ് സാരിയുടെ. നല്ല ഒതുങ്ങിയിരിക്കും. ഞാനിപ്പോൾ ഉടുത്ത് കാണിക്കുമ്പോൾ തന്നെ അറിയാലോ, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ട്രാൻസ്പെറൻ്റ് അല്ല, നോൺ ട്രാൻസ്പെറൻ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. ഞാനിപ്പോൾ ഒരു ഡാർക്ക് ടോണിലെ ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. നല്ലൊരു ഡിസൈനർ പാറ്റേണിൽ ഒരു സ്ട്രൈപ്പ് ഡിസൈൻസിലാണ്, ലൈൻസിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരിയിലും ബ്ലൗസ് സെയിം തന്നെ ആയിരിക്കും. നെക്സ്റ്റ് സാരി വരുമ്പോൾ ഞാൻ ബ്ലൗസ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. സെയിം കളർ പാലറ്റിൽ തന്നെയാണ് നെക്സ്റ്റ് സാരിയും വരുന്നത്. ഫാബ്രിക്കും സെയിം തന്നെ, ആ ത്രെഡ് എംബ്രോയിഡറി മാത്രം മാറിയിട്ടുള്ളൂ. ഇതിൽ വരുമ്പോൾ നല്ലൊരു ലഹരിയ ഡിസൈനിലാണ് സാരിയിൽ വർക്ക് വരുന്നത്. കണ്ടോ, ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. ഫുൾ സെൽഫ് കളറിൽ തന്നെയുള്ള ലഹരിയ ഡിസൈൻസ് ആയിരിക്കും വരുന്നത് സാരിയിൽ. ഈ ഒരു പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇത് നല്ലൊരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ് ഈ ഒരു സ്റ്റൈലിലായിരിക്കും വർക്ക് വരുന്നത്. ബോർഡർ വരുന്നത് സിമ്പിൾ ബോർഡർ, ഡാർക്ക് ഗ്രേയിലായിരിക്കും ബോർഡർ വരുന്നത്. ബോഡി ഫുൾ ഇതാട്ടോ വർക്ക്. ഈ ഒരു പാറ്റേൺ ആയിരിക്കും വരും. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും നല്ലൊരു സ്റ്റൈലിഷ് ലുക്കാണ് സാരിക്ക്. ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. അതല്ല സെൽഫ് കളർ നല്ലതായിരിക്കും. സിമ്പിൾ പല്ലു വിത്ത് ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ലൈൻസ് ആണ്, ഒരു ഡാർക്ക് ഗ്രേഡ് ലൈൻ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. ഇത് വരുന്നത് തേർഡ് ഡിസൈനാണ് വരുന്നത് കേട്ടോ. തേർഡ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. കോമ്പിനേഷൻ സെയിം തന്നെയാണ്. സോഫ്റ്റ് ചന്തേരി തന്നെ ഫാബ്രിക് വരുന്നത്. ഇതും നല്ലൊരു പാറ്റേണിലാട്ടോ ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ലോവർ പാർട്ട് വരുമ്പം ഈ ഒരു സ്റ്റൈലിലായിരിക്കും വർക്ക് വരുന്നത്. നല്ലൊരു തിക്കായിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും. അതിൻ്റെ തന്നെ മോട്ടീവ്സ് ആയിരിക്കും ബോഡി വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് മോട്ടീവ്സ് വരുന്നത്. ലോ ബോർഡർ ഇങ്ങനെ വരും. പല്ലു സ്ട്രൈപ്പ് പാറ്റേണിൽ തന്നെയാണ് ബ്ലൗസ് വരുന്നത്. ഫസ്റ്റ് സാരീസ് എല്ലാം ഗ്രേഡ് തന്നെ ഡിഫറെൻറ്റ് വർക്കിൽ വന്നായിരുന്നു. ഇത് അതേ വർക്ക് തന്നെ കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. നല്ലൊരു ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ബേബി പിങ്ക്, ലൈറ്റ് ആൻഡ് ഡാർക്ക് ബേബി പിങ്ക് വന്നിട്ട് അതേ വർക്ക് തന്നെയാണ്. അതേ ലഹരിയ ഡിസൈൻ, സെയിം ലൈറ്റ് പിങ്കിൽ ലഹരിയ ഡിസൈനിൽ തന്നെയായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഡ്യുവൽ ടോണിലാണ് ബോർഡർ വരുന്നത്. ലൈറ്റ് പിങ്കും വരുന്നുണ്ട്, ഡാർക്ക് പിങ്കും വരുന്നുണ്ട്. ഈ ഒരു ഡ്യുവൽ കോമ്പിനേഷനിലുള്ള ബോർഡർ നല്ല പാറ്റേണിലാട്ടോ വർക്ക് വരുന്ന സാരി കണ്ടോ. പല്ലു സ്ട്രൈപ്പ് ഡിസൈൻസിൽ വിത്ത് ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. സ്ട്രൈപ്പ് പാറ്റേണിൽ തന്നെയായിരിക്കും ബ്ലൗസും വരുന്ന സാരിക്ക്. നെക്സ്റ്റ് കളർ പാലറ്റ് വരുന്നത് അക്വാ ഗ്രീൻ ആണ്. അക്വാ ഗ്രീൻ്റെ തന്നെ ഡ്യുവൽ കോമ്പിനേഷൻ, ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനാണ് വരുന്നത്. നല്ല പാറ്റേണിലാണ് ഇതിൽ വർക്ക് വരുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റൈലിലായിരിക്കും ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ലോവർ പാർട്ട് വരുമ്പം ഒരു ലൈറ്റ് അക്വാ ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ ആ ഒരു പാറ്റേണിൽ വരുന്നുണ്ട്. ബോഡി വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിൽ തന്നെ. ഇതിൻ്റെ തന്നെയായിരുന്നു നേരത്തെ ഗ്രേ സാരിയിലും ഇതേ വർക്ക് തന്നെ വരുന്നുണ്ട്. ഡ്യുവൽ പാറ്റേണിലായിരിക്കും ബോർഡർ വരുന്നത്. ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിൽ തന്നെയുള്ള ബോർഡേഴ്സ്. മുന്താണി, ബ്ലൗസ്.
നെക്സ്റ്റ് കളർ വരുന്നത് പേൾ ക്രീം ആണ്. സാരിയുടെ ഷെയ്ഡ് വരുന്ന പേൾ ക്രീം ആട്ടോ. അതിലൊരു ഓണിയൻ പിങ്ക് മൗ ടോണിലായിരിക്കും സാരിക്ക് ബോർഡേഴ്സ് വരുന്നത്. ഡ്യുവൽ പാറ്റേണിൽ തന്നെ ആയിരിക്കും ബോർഡേഴ്സ് വരുന്നത്. നല്ലൊരു ഡിഫറെൻറ്റ് പാറ്റേണിലായിരിക്കും ഇതിൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഫുൾ ആ ഒരു പേൾ ക്രീമിൽ തന്നെ ഒരു ജാൽ ഡിസൈനിലായിരിക്കും സെൽഫ് കളർ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് അതിൽ മോട്ടീവ്സ് വരുന്നുണ്ട്. ഓണിയൻ പിങ്ക് ടോണിലുള്ള മോട്ടീവ്സ് വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും മോട്ടീവ്സ്. അതൊരു കട്ട് വർക്ക് പാറ്റേണിലാട്ടോ ഈ ഒരു മോട്ടീവ്സ് വരുന്നത്. കണ്ടോ, ഈ ഫ്ലോറൽ ഡിസൈൻസ് വരുമ്പോൾ കട്ട് വർക്ക് ആണ്. ബോഡി കംപ്ലീറ്റ് ആ ഒരു ഫ്ലോറൽ ജാൽ ഡിസൈനിലായിരിക്കും ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഡ്യുവൽ പാറ്റേൺ ബോർഡർ, നല്ലൊരു പേൾ ക്രീം വിത്ത് ഓണിയൻ പിങ്ക്, അത് സാരിയുടെ കോമ്പിനേഷൻ വരുന്നു. നമുക്കൊരു ഗിഫ്റ്റിംഗ് പർപ്പസിനെല്ലാം നല്ലതാണ് ഇന്നത്തെ വീഡിയോയിലെ എല്ലാ സാരീസും. പല്ലു വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ വരുന്നതും വീണ്ടും നല്ലൊരു സോഫ്റ്റ് ഒരു പ്ലസന്റ് കോമ്പിനേഷൻ ആണ്. പീച്ചാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. പീച്ചിലും അതേ ആ ഒരു ഓണിയൻ പിങ്ക് മൗ ടോണിലായിരിക്കും ബോർഡേഴ്സ് വരുന്നത്. ഡിഫറെൻറ്റ് പാറ്റേണിലാണ് വർക്ക്. ഇതായിരിക്കും വർക്ക് വരുന്നത്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിൻ്റെ ആയിരിക്കും ലോവർ പാർട്ട് വരിക. ബോഡി കംപ്ലീറ്റ് ഈ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്, ഫ്ലോറൽ മോട്ടീവ്സ്. നല്ലൊരു സോഫ്റ്റ് പീച്ച് വിത്ത് ഓണിയൻ പിങ്ക്. ബോർഡേഴ്സ് വരുമ്പം ആ ഒരു ഡ്യുവൽ ടോണിലായിരിക്കും ബോർഡേഴ്സ് വരുന്നത്. പല്ലു, ബ്ലൗസ്. അടുത്ത സാരി ഫാബ്രിക് മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ലൊരു പാറ്റേണിലാണ്. കളർ വരുന്നത് മസ്റ്റേർഡ് യെല്ലോ. മസ്റ്റേർഡ് യെല്ലോയിൽ ബോർഡർ വരുന്നത് സിമ്പിൾ ബോർഡർ ആയിരിക്കും. ത്രെഡ് എംബ്രോയിഡറിയിലുള്ള ബോർഡർ വന്നിട്ട് ലോവർ പാർട്ട് വരുമ്പം ഈ ഒരു എംബ്രോയിഡറി വർക്ക് ആട്ടോ ബോഡിയിൽ വരുന്നത്. നല്ലൊരു പാറ്റേണിലുള്ള ഒരു അബ്സ്ട്രാക്ട് ഡിസൈനിലായിരിക്കും ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. അതിൻ്റെ തന്നെ മോട്ടീവ്സ് ബോഡിയിൽ കംപ്ലീറ്റ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. വൈറ്റ് ആൻഡ് ബ്രൗൺ ആയിരിക്കും വർക്കിൻ്റെ കോമ്പിനേഷൻ. പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. പല്ലു വരുമ്പം ഫുള്ളായിട്ട് ആ ഒരു വർക്ക് തന്നെ, എന്താണെങ്കിലും ഫുൾ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് സാരിയിൽ. ഇതായിരിക്കും സാരിയുടെ പല്ലുവിൽ ഫുൾ ത്രെഡ് എംബ്രോയിഡറിയാണ് വരുന്നത്. വർക്കിൻ്റെ ബാക്ക് സൈഡും അതേ ആ ഒരു ഫിനിഷ് തന്നെ കേട്ടോ. ഇതാണ് സാരിയുടെ ബാക്ക് സൈഡ് വരുന്നത് വർക്ക്. ഇതിൻ്റെ ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ മസ്റ്റേർഡ് യെല്ലോയിൽ പ്ലെയിൻ ബ്ലൗസാണ് സാരിക്ക് വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഹോട്ട് പിങ്ക് ആട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നു. അതേ പാറ്റേണിൽ തന്നെ എംബ്രോയിഡറി വർക്ക് വരുന്നത് ഫുൾ അതേ സ്റ്റൈലിൽ തന്നെ. പ്യുവർ കോട്ടൺ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് സെയിം സ്റ്റൈലിൽ തന്നെ പ്ലെയിൻ ആയിരിക്കും റണ്ണിങ് ബ്ലൗസ്. അടുത്ത സാരി വരുന്നതും സെയിം സ്റ്റൈലിൽ തന്നെ കേട്ടോ. ഇതിൻ്റെ കോമ്പിനേഷൻ ടർക്കോയ്സ് ഗ്രീൻ ആണ്. ടർക്കോയ്സ് ഗ്രീനിലും സെയിം പാറ്റേണിൽ തന്നെ ആയിരിക്കും ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. സെയിം സ്റ്റൈൽ ഈ ഒരു പാറ്റേണിലായിരിക്കും മുകൾ ഭാഗത്ത് ബോർഡർ വരുന്നത്. ബ്ലൗസ് എല്ലാ സാരീസിനും പ്ലെയിൻ ആയിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു കോറൽ പിങ്ക് ആണ്. കോറൽ പീച്ചാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. സെയിം വർക്ക് വിത്ത് ബോർഡർ. ഫുൾ ത്രെഡ് വർക്കിലായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. പ്ലെയിൻ ബ്ലൗസ്. ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് സാരി കേട്ടോ. ഇത് വരുന്നത് നെറ്റ് കോട്ടയാണ്. വൈറ്റ് നെറ്റ് കോട്ടയിൽ നല്ലൊരു പാറ്റേണിലാണ് ത്രെഡ് വർക്ക് വരുന്നത്. ബോഡിയിൽ വൈറ്റ് തന്നെ ഫുൾ ത്രെഡ് വർക്ക് വരുന്നുണ്ട് സാരിയിൽ. അത് കൂടാതെ ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. സോഫ്റ്റ് നെറ്റ് കോട്ടയാണ് ഫാബ്രിക് വരുന്നത്. എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത് ഈ ഒരു ലേസ് വർക്കിലായിരിക്കും, ക്രോഷ്യോ ലേസിലായിരിക്കും എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത്. എൻ്റെ ഒരു സാരിയും സെയിം സ്റ്റൈലിൽ തന്നെ കേട്ടോ. ഫുൾ ആ ഒരു വർക്ക് വരുന്നുണ്ട്. നല്ലൊരു വൈറ്റ് തന്നെയാണ് സാരിയുടെ കളർ വരുന്നത്. മുന്താണി, ബ്ലൗസ്.